ഈ സ്പീഡ് ഒന്ന് ചുറ്റുപാടും നോക്കാനുള്ള, മണ്ണിലൊന്ന് അമർത്തി ചവിട്ടി നിൽക്കാനുള്ള ഒരല്പം സാവകാശം നമുക്ക് അനുവദിച്ചില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ നമ്മൾ മറന്നുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത് അതൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ എത്ര വേഗത്തിൽ വേണമെങ്കിൽ സഞ്ചരിച്ചോളൂ, പക്ഷെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആർജിക്കേണ്ടുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്, ഇല്ലേ? നിങ്ങൾ ഓടുമ്പോൾ PT ഉഷയ്ക്ക് ഒരു ദിവസം ഈ ഓട്ടം മുഴുവൻ ഓടാൻ പറ്റുമോ? ഗുരുക്കൾക്ക് ഒരു ദിവസം ഈ കളരിപ്പയറ്റ് മുഴുവൻ ഇങ്ങനെ ആർജിക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വേഗത്തിൽ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? അതിൻ്റെ ഒരു പ്രാക്ടീസ്, ആ പ്രാക്ടീസിലൂടെ ആർജിക്കേണ്ടുന്ന പ്രൊഫഷണലിസം ഉണ്ട്. അത് മറക്കുകയും വേഗമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ വേഗം അയക്കളയൊന്നും മുതലെന്ന് വിചാരിച്ച് പുറപ്പെടുകയും ചെയ്താലുണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നിങ്ങോട്ട് മാറി നിന്ന് എനിക്ക് പോകാനുള്ള ദൂരത്തെ, എനിക്ക് വളരെ വേഗത്തിൽ തരണം ചെയ്ത് തീർക്കാനുള്ള ദൂരത്തെ, ആ ദൂരത്തെ ഞാനും സ്വപ്ന ദൂരം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമ്മുടെ ഡ്രീമാണ്, ഡ്രീം പ്രൊജക്ട്സ് ആണ്. ഓരോ ലൈഫും ഓരോ ഡ്രീം പ്രൊജക്റ്റാണ്. ചിലപ്പോൾ നമുക്കത് സാക്ഷാത്കരിക്കാൻ പറ്റും, ചിലപ്പോൾ നമുക്കത് തൊട്ടടുത്ത് എത്താൻ പറ്റും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് വഴുതിപ്പോകും. അത് ജീവിതമാണ്. ഇനി എന്ത് തന്നെ സംഭവിക്കട്ടെ, അതുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ്, ചുറ്റുപാടുള്ളവരെ നമ്മളെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. ആരാണ് ഞാൻ ആദ്യമേ ഉള്ള ഒന്നാണോ? ആണോ? ഞാനിതവിടെ ഗീത എന്നുള്ള പേരിൽ ഏറ്റവും ആദ്യം ലോകം ഉണ്ടായ കാലം മുതൽക്കൊരു ഗീത ഉണ്ടോ? ഇല്ല. കാലത്തിലൂടെ, സ്ഥലങ്ങളിലൂടെ, മനുഷ്യരിലൂടെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, ഇവോൾവ് ചെയ്ത് വന്നതാണ്. എൻ്റെ അച്ഛനിലൂടെ, എൻ്റെ അമ്മയിലൂടെ, അവരുടെ മുത്തശ്ശന്മാരിലൂടെ, മുത്തശ്ശിമാരിലൂടെ, അതിനും അപ്പുറത്തുള്ളവരിലൂടെ ഞാൻ ഉണ്ടായി വന്നതാണ്, ഇവോൾവ് ചെയ്യപ്പെട്ടതാണ്, അല്ലേ? ഞാൻ അങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വേരുകളില്ലാതെ എനിക്ക് വെറുതെ ഈ ആകാശത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ആകാശത്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് മണ്ണിൽ വേരുകൾ വേണം. മണ്ണിൽ വേരുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു വിത്ത് ഇട്ടിട്ടുണ്ടാവണം, ഒരു വിത്ത് വീണിട്ടുണ്ടാവണം, പൊടിക്കണം, മണ്ണിന് ഫലഭൂയിഷ്ഠത വേണം, വേണ്ടേ? നിങ്ങൾ ആകാശങ്ങളിൽ സ്വപ്നം കാണുന്നവരാണ്. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ അതീത ലോകങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളാണ്. ആ തലമുറയോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ സംസാരം സമ്മതിച്ചത്. ഞാൻ സമ്മതിക്കില്ല സാധാരണ രീതിയിൽ. ഞാൻ ഒടുവിൽ സംസാരിക്കാനുള്ള ആളാണ്, കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ ആളാണ്. ഇവർ സംസാരിക്കട്ടെ, അതുകൂടി കേട്ടിട്ടേ ഞാൻ പറയൂ എന്നുള്ളതാണ് എൻ്റെ പൊസിഷൻ, എൻ്റെ രാഷ്ട്രീയ നിലപാട് അതാണ്. പക്ഷെ എന്നോട് ആദ്യം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടും കരുതൽ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. അതെങ്ങനെ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ. അതിന് വാക്കുകളില്ല. ആ വാക്കുകൾ ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ നിഘണ്ടുവിൽ ഉണ്ടാവുകയുമില്ല. ഈ സിസ് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്നായിരിക്കും പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അന്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഞങ്ങൾ വളർന്നതാണ്. ആ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന കാലത്തിൻ്റെയും ഒക്കെ തന്നെ സാക്ഷിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ അമ്മമാരുണ്ട്, മുത്തശ്ശിമാരുണ്ട്, നിങ്ങളുടെ അധ്യാപകരുണ്ട്, നിങ്ങളുടെ സഹോദരരുണ്ട്, എല്ലാവരും നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ അടർത്തി മാറ്റിയിട്ട് നിങ്ങൾ മാത്രമായുള്ള ഒരു തോന്നൽ ലോകത്തിലല്ല, ഒരു അതീത ലോകത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ആണോ? സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയോ നിങ്ങൾ മൊബൈല്? ഇല്ല, എത്ര പേര് സ്വന്തം കാശ് കൊണ്ട് മൊബൈൽ വാങ്ങിയിട്ട് ആ ലോകം മാറി സഞ്ചരിക്കുന്നുണ്ട്? കോവിഡ് കാലത്ത് പഠിക്കുമ്പോൾ പോലും ഞാൻ മൊബൈലിനെ കുറ്റം പറയുന്നില്ല. ഒരു അതീത ലോകം എന്ന് പറയുമ്പോൾ അത് റിയൽ, ഞാൻ ആ ദ്വന്ദ്വത്തിലേക്കാണ് വരുന്നത്. യഥാർത്ഥത്തിലുള്ളൊരു ലോകവും തോന്നൽ ലോകവും, രണ്ട് ലോകങ്ങളുണ്ട്. നമുക്ക് രണ്ടും വേണം. ആ തോന്നൽ ലോകത്തിൽ അതിനെ യഥാർത്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അത് യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് നന്നാവുകയില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞല്ലോ, ആലോചിക്കാൻ പറഞ്ഞു നിങ്ങളോട്. മാറ്റം അവിടുന്ന് തുടങ്ങട്ടെ. സ്വയം മാറാത്ത ഒരാൾക്കും ഒന്നിനെയും മാറ്റാൻ പറ്റൂല. പറ്റുമോ? പറ്റില്ല. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറല്ല. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറിക്കോട്ടെ. പറ്റുമോ? സംഭവം എന്നെ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് ആരാണ്? ഞാനാണ്.
എൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ള ഞാനാണുള്ളത്? യഥാർത്ഥത്തിലുള്ള ഞാനാണോ, അതോ എനിക്ക് കിട്ടുന്ന വർണ്ണശബളമായ ഒരു ലോകത്തിലുള്ള ഞാനാണോ ഉള്ളത്? നിങ്ങൾക്ക് എന്താണ് മൊബൈലിൽ തോണ്ടുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചാൽ ദേഷ്യം വരുന്നത്? ഈ മൊബൈൽ വാങ്ങിത്തന്നാൾ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നാ ദേഷ്യം വരുന്നത്? സമയമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? കാരണം സമയം എവിടെയാണ് കിടക്കുന്നത്? വിർച്വൽ ടൈമിലാണ് നിങ്ങളുള്ളത്, ഈ തലമുറയുള്ളത് എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും ഞാനിവിടെ സത്യസന്ധമായി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് എത്രമാത്രം പഴഞ്ചനാണെങ്കിലും എനിക്കത് പറയാതെ നിവർത്തിയില്ല. ആ വിർച്വൽ ലോകത്തെ നിങ്ങൾക്ക് യഥാർത്ഥ ലോകവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് യാഥാർത്ഥ്യവുമായുള്ള എല്ലാ കണ്ണികളും ബന്ധങ്ങളും അറ്റുപോകും. ബന്ധങ്ങളിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സും കരച്ചിലും ചിരിയും ഇഷ്ടവും നിരാശയും ആശയും ഒക്കെ ആവശ്യമാണ്. ബന്ധമെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതാണ് അടിസ്ഥാന ബന്ധം. അത് അച്ഛനും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്, അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധമാണ്, സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധമാണ്, ഒക്കെയുമാണ്. നമ്മുടെ ഭാഷകൾ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ പോയിന്റിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു സിനിമയ്ക്ക് പോയി. ഞാൻ ആ സിനിമ കാണുന്നത് വരെ വിചാരിച്ചത് ഞാൻ കാണുന്ന സിനിമയുടെ പേര് റൊമാൻസ് എന്നാണ്. എഴുതി കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രൊമാൻസ് എന്നാണ്. ഓ, ബ്രൊമാൻസ്. ഇപ്പോൾ കുറച്ച് കാലമായി ബ്രൊമാൻസ് എന്നുള്ള സിനിമ വന്നിട്ട്. ബ്രൊമാൻസ് എന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എൻ്റെ മകൻ കുറച്ചും കൂടി ചെറുതാണ് മോളെക്കാളും. അമ്മ അതുവരെ കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ സാഹോദര്യം, സ്ത്രീ സാഹോദര്യത്തിന് എന്താ വാക്ക്? ബ്രൊമാൻസ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ബ്രദറിൽ നിന്ന് ബ്രൊമാൻസ് വരുന്നു. ഇപ്പോൾ സിസ്മാൻസോ അങ്ങനെ ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താ നിങ്ങൾ ആലോചിച്ചില്ലേ? ബ്രൊമാൻസ് ആണോ? നമ്മളൊക്കെ ബ്രൊമാൻസിൻ്റെ ഉള്ളിലാണോ? റൊമാൻസിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ബ്രൊമാൻസ്. അപ്പോൾ വാക്കുകൾ പോലും എങ്ങനെയാണ് കൂടുതൽ അധികാരപരമായി റിജിഡായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഭാഷയുടെ തലത്തിൽ വെച്ച് നിങ്ങൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ് എന്ന് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് വയലൻസ് ഉണ്ടാവുന്നത്. തമാശയാവുകയാണ് വയലൻസ്. ഞാൻ കണ്ട സിനിമയിൽ എനിക്കതാ മനസ്സിലായത്. കാരണം ഒരാളുടെ മേല് മുറിയണതും മറ്റൊരാൾ തോൽപ്പിക്കുന്നതും അയാൾ പേടിച്ചോടുന്നതും അയാൾ മരിക്കുന്നതും ഒക്കെ ഭയങ്കര തമാശ. ആൾക്കാർ കയ്യടിക്കായിരുന്നിട്ട് ഒരാളെ അടിച്ചു വീഴ്ത്തുന്ന അതത്ര വലിയ വയലൻസ് ഉള്ള സിനിമയല്ല കേട്ടോ. വയലൻസ് ഉള്ള സിനിമ എന്താ മാർക്കോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് വയലൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീഴും, അവിടെ തലചുറ്റി വീഴും. ഞാൻ ഇത്ര ഗംഭീരമായിട്ട് വലിയ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവസാനം അതൊരു മോശമല്ലേ? എൻ്റെ സ്ത്രീവർഗത്തിന് തന്നെ മോശമാണ്. അങ്ങനെ ചോരയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടതാണ് നിങ്ങളുടെ തലമുറയിൽ നിന്ന്. അവർ പറഞ്ഞു തരുന്നത് ഇതിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസിൻ്റെ ഗെയിംസ് ഉണ്ട്, നിങ്ങൾ എന്തിനാണ് സിനിമയെ വലിയ കുറ്റപ്പെടുത്തുന്നത്? നമുക്ക് ആ വയലൻസിൻ്റെ ഗെയിംസിൽ തന്നെ പോകാനുള്ള കുറേ ഓപ്ഷൻസ് ഈ സാധനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എൻ്റെ അജ്ഞത. നിങ്ങളതിനെന്ത് വിളിച്ചാലും എങ്ങനെ മാർക്കിട്ടാലും എനിക്ക് വിരോധമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. എനിക്ക് പരിചിതമായ ലോകമല്ല അത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ബേസിക്കലി വയലൻസിൻ്റേതാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും അത് വാത്സല്യത്തിൻ്റെയും അത് കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയുമാണ്. ചില ആൾക്കാർക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇങ്ങനെയാണ് പെട്ടെന്ന് കൈക്കോട്ട് പോലെ എന്ന് പറയും നമ്മൾ നാട്ടിലെ ആൾക്കാരെ. ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഓരോ വീട്ടിലും ചിലപ്പോൾ ഓരോ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ ഒരു തലമുറ മുഴുവൻ അങ്ങനെ ആയാലോ? ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫീല് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും കുറച്ചങ്ങോട്ട് കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പെൺമയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ഞാനത് പെൺകുട്ടികളോട് തന്നെയാണ് പറയുന്നത്. കാരണം ഇനിയുള്ള കാലം പെൺകുട്ടികളുടെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത്. സ്ത്രീകളുടെ ലീഡർഷിപ്പിലാണ് ഇനിയുള്ള കാലം പോകേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആണുങ്ങൾ ഭരിച്ച് നാശകോശമാക്കി തന്നിട്ടുണ്ട് നാടുകളെ. ലോകമഹായുദ്ധങ്ങൾ, കുടിയേറ്റങ്ങൾ, കൊലപാതകങ്ങൾ, എന്തെല്ലാം വംശഹത്യകൾ, ഇതെല്ലാം ഈ ആണുങ്ങൾ ലോകം മുഴുവൻ ഭരിച്ചുണ്ടാക്കിയൊരു സംഗതിയല്ലേ. ഇനി അത് ഏറ്റെടുക്കാനുള്ള ശേഷി നിങ്ങൾ ആർജിക്കുമ്പോൾ അവിടെ എന്തു വേണം? ചുറ്റുപാടും ഒന്ന് നോക്കാനുള്ള ശക്തി വേണം.
ചുറ്റുപാടും നോക്കിയാൽ മാത്രം പോരാ, ചുറ്റുപാടുമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ, അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ അവിടെ കൊട ഇല്ലാതെ മഴയത്തും വെയിലത്തും ആയിരക്കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിലെ കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. എങ്ങനെയാണ് ഹൃദയമുള്ള മനുഷ്യർക്ക് അതിനോട് പുറംതിരിയാൻ സാധിക്കുക? എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അവർക്കറിയാം കാരണം എന്താണ് എന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുക? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സമവായത്തിൻ്റെ, ആർദ്രതയുടെ ഒരു ലോകമാണ് ഇനിയുള്ള കാലത്ത് ആവശ്യം. ആ ആർദ്രതയിലേക്ക് പോകണമെങ്കിൽ അസാധാരണമായ ഡിസിപ്ലിൻ ആവശ്യമാണ്, അച്ചടക്കം ആവശ്യമാണ്, അസാധാരണമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധം ആവശ്യമാണ്, അസാധാരണമായ സ്വപ്നങ്ങൾ ആവശ്യമാണ്, അസാധാരണമായിരിക്കുന്ന വേഗത ആവശ്യമാണ്, അസാധാരണമായിരിക്കുന്ന ഇച്ഛാശക്തി ആവശ്യമാണ്. കീഴടങ്ങില്ല എന്നുള്ള തീരുമാനം വേണം. കീഴടങ്ങില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വടിയെടുത്തിട്ട് വീട്ടിലുള്ളവരെ മുഴുവൻ തല്ലിക്കൊന്നളയാം എന്നുള്ളതല്ല. അവരെ നിലനിർത്തിക്കൊണ്ട് ഈ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷി ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്കാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ചരിത്രം നിങ്ങൾ മാറ്റി എഴുതണം, രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ മാറ്റി എഴുതണം, സാഹിത്യത്തിൻ്റെ ചരിത്രം നിങ്ങൾ മാറ്റി എഴുതണം, സംസ്കാരത്തിൻ്റെ ചരിത്രം നിങ്ങൾ മാറ്റി എഴുതണം. അത്തരം മാറ്റി എഴുത്തുകൾക്കുള്ള ഒരു ഊർജമായിരിക്കണം ഇത്തരം പെൺകൂട്ടായ്മകളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഓരോരുത്തരായി ഒറ്റയ്ക്ക് നടന്ന് ചെയ്യേണ്ടതല്ല, കൂട്ടായി ചെയ്യേണ്ടതാണ്. അത് സാഹോദര്യമാണ്, അത് സംഘാടനമാണ്, അത് സൗഹൃദമാണ്, അത് കരുത്താണ്. നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾ ചെയ്യുന്നതിനെ മനസ്സിലാക്കൂ. ഒരാൾ കരയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കൂ. ഒരാൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കൂ. അയാൾക്ക് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കൂ. ഭക്ഷണം നമ്മുടെ കയ്യിൽ വെച്ചാൽ നിങ്ങൾ പട്ടിണി കിടക്കൂ. അത്തരത്തിലുള്ളൊരു ഐക്യപ്പെടൽ സഹോദരരുമായി സഹോദരിമാരുമായി സംഭവിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പങ്കിടാൻ നിങ്ങൾക്ക് ആ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങളുമായി യാതൊരു വിധത്തിലും യോജിച്ചു പോവാത്ത ഒരാളോട് നിങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഷെയറിങ്ങിൻ്റെ ഒരു സ്പേസ് നിങ്ങളുടെ സഹോദരിമാരുമായിട്ട് നിങ്ങളുടെ വീട്ടിലാവട്ടെ, നാട്ടിലാവട്ടെ, കോളേജിലാവട്ടെ, മറ്റെവിടെയാവട്ടെ, ഞാൻ എൻ്റെ പേരക്കുട്ടികളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള ഷെയറിങ്ങിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കൂ. അവിടെ നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളികളാവൂ എന്നാണ് എനിക്ക് നിങ്ങളോട് അടിസ്ഥാനപരമായി പറയാനുള്ളത്. പിന്നെ ഡിസ്കഷൻസ് വരുന്ന സ്പേസിലേക്ക് ഞാൻ ഫില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫില്ല് ചെയ്തോളാം. താങ്ക് യു ഗീത ടീച്ചർ. ടീച്ചർ പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതോ അടിവരയിട്ട് പറയേണ്ടതില്ല. കാരണം അത്ര ഉറച്ച നിലപാടുകളാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തത് സഹലയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അരീക്കോട് തച്ചണ്ടയിൽ നിന്ന് സൈക്കിൾ ചവിട്ടിപ്പോയ സഹല. കൺഫ്യൂഷൻ വേണ്ട, ഇങ്ങനെ ഓരോ ഓർഡറിൽ പോവാം. സഹലയിലേക്ക് മൈക്കായി മാറാം. നമസ്കാരം. എന്തായാലും ഒന്നും മിണ്ടാത്തേ? ആർക്കൊരു ഉഷാറില്ലല്ലോ. ആദ്യം തന്നെ ഇങ്ങനെ വിമൻസ് ഡേ പ്രമാണിച്ച് ഇങ്ങനൊരു പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ടതിൽ യൂണിറ്റി കോളേജിനോടും അതുപോലെ തന്നെ മഞ്ചേരി FM-നോടും ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ കൂടെ ആദ്യമായിട്ടാണ് വേദി പങ്കിടുന്നത്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴും നമ്മൾ കുട്ടികളായിട്ടുള്ള ഒരു സംവാദം ആ ഒരു രീതിയിലാണ് പോലെ. അപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ടുപേരെ കൂടെ വേദി പങ്കിടാൻ കിട്ടിയതില്ല സന്തോഷവും ചെറിയൊരു ഭയവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ വരുവാണെങ്കിൽ ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങുന്നത്. പിന്നെ യൂണിറ്റി കോളേജിൽ, ഇവിടെ കോളേജിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷമല്ല, 1.5 വർഷം മുന്നേ നമ്മൾ കോളേജിൽ NSS പ്രോഗ്രാമിന് ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഹിക്കമത്തുള്ള സാറെ മുന്നേ ക്യാമ്പിന് വന്നിട്ട് പരിചയമുണ്ട്. അതിന് മുന്നേ ഞാൻ ഫറൂഖ് കോളേജിലാണ് ഡിഗ്രി ചെയ്ത്. അപ്പം
അങ്ങനെ സാർ ആ ടൈമിൽ കോളേജിൽ സാറായിരുന്നു, അങ്ങനെയുള്ള പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ സാർ ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർ ആവാണ്ട് വന്നതാണ്. എന്ത് പറയണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിൽ എന്താ പറയുക, ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളല്ല. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ അപ്പം അത് ചോദിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒന്നുകൂടി രസമായിട്ട് പോകാമെന്ന് വിചാരിക്കണേ. അപ്പം ഓക്കെ, താങ്ക് യു. സഹലയുടെ യാത്രാനുഭവങ്ങൾ ചെറുതായി ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. പ്രൊഫൈലൊക്കെ നേരത്തെ ഇവർ ഷെയർ ചെയ്തല്ലോ. അപ്പം ഒരു 3 വർഷമായി, നമ്മുടെ കോവിഡിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങളെ യാത്ര. എങ്ങോട്ട് ഇന്ന സ്ഥലത്തോട്ട് പോവാ അല്ലെങ്കിൽ ഇങ്ങനെ പോവാന്ന് ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ മുന്നിൽ ആഗ്രഹമായിരുന്നു എൻ്റെ വണ്ടിയിൽ കുറേ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത്. അപ്പം കുറേ ആൾക്കാർ ചോദിക്കണതാണ് എന്തുകൊണ്ടാണ് സൈക്കിൾ ചൂസ് ചെയ്തത് എന്നുള്ള കുറേ ആൾക്കാർ ചോദിക്കണേനു. ഒന്നാമത്തേത് എന്താ വെച്ചാൽ കോവിഡിൻ്റെ ടൈമിൽ മറ്റു വണ്ടികളൊന്നും കൊണ്ട് നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റില്ലേനു. നമ്മളിപ്പോൾ റോട്ടിക്ക് തൊട്ടടുത്തില്ലേ കടയിൽ പോയിട്ട് ഒരു കൂട് ബിസ്ക്കറ്റ് വാങ്ങണമെങ്കിൽ പോലും ഞാൻ കോയാക്കൻ്റെ പീടിയേക്ക് ഒരു കൂട് ബിസ്ക്കറ്റ് വാങ്ങാൻ പോവുകയാണ്, പേര് ഒപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതി അവിടെ അല്ലേ റോട്ടിക്ക് ഇറങ്ങുമ്പോൾ പോലീസുകാരെ കാണിച്ച് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പം ആ ടൈമിൽ നമുക്ക് പുറത്തേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കോവിഡിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ നിന്നപ്പോൾ നമുക്ക് പുറത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കിള് മാത്രമേ പറ്റുള്ളൂ. അന്നൊക്കെ ഭയങ്കര ന്യൂസായിരുന്നു, പള്ളിക്ക് ബാങ്ക് കൊടുക്കാനും അമ്പലത്തേക്കൊക്കെ പോകുന്നതിലൊക്കെ സൈക്കിൾ യൂസ് ചെയ്ത് പോകുന്നില്ലേ. അപ്പം പണ്ട് തൊട്ട് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഈ പുറത്തേക്ക് ഇറങ്ങാണ്ട് യാത്ര ചെയ്യാണ്ട് വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമായി നിന്ന ടൈമിലാണ് ഇന്നപ്പം എന്താ ഒരു സൈക്കിളിൽ ഇറങ്ങിയാൽ എന്നുള്ള ഇതിൽ ആ ടൈമിൽ സ്വന്തം പൈസ ഒക്കെ വാങ്ങാൻ പറ്റുന്നൊരു വണ്ടി സൈക്കിളായിരുന്നു. അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങി രാവിലെ മോർണിംഗ് റൈഡിന് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ നാട്ടിലും ഒക്കെ അല്ല കുറേ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങണ കണ്ട് ഓരോക്കായി ടീമായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ കുറച്ച് ലോങ്ങൊക്കെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പം കൂടെ 2 ഫ്രണ്ട്സിനും കൂടെ കിട്ടി. അങ്ങനെയാണ് ഞങ്ങളൊരു യാത്ര ഇറങ്ങലുണ്ടായത്. എവിടെ വരെ എത്തുന്നോ എത്ര ദിവസം എടുക്കുന്നോ ഒന്നും കറക്റ്റ് പ്ലാൻഡ് ഒന്നും ഇല്ലാത്ത യാത്രയായിരുന്നു. കോവിഡിൻ്റെ ടൈമും കൂടെ ആയതുകൊണ്ട് ഒന്നും നമുക്ക് മുൻകൂട്ടി എന്താ പറയുക തീരുമാനിക്കാനൊന്നും പറ്റുന്ന യാത്രയായിരുന്നില്ല. അങ്ങനെ കേരളം കടന്ന് കർണാടക കഴിഞ്ഞ് അങ്ങനെ പോയി കാശ്മീരെത്തി. കാശ്മീരിൽ നിന്ന് ലേ എത്താൻ പറ്റി. ലേന്ന് എന്താ പറയുക കർത്തുങ്കല പാസ് വരെ യാത്ര. കർത്തുങ്കല പാസ് പോകണം, അവിടെ എത്തണം, അവിടുന്ന് എന്താ പറയുക വണ്ടിയിലൊരു ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ കർത്തുങ്കൽ എത്തുന്നതിന് മുന്നേ ഭയങ്കര മഞ്ഞുവീഴ്ചയും കാര്യമൊക്കെ ആയിട്ട് 4ാമത്തെ അറ്റംപ്റ്റിലാണ് നമുക്ക് അവിടെ ടോപ്പിൽ എത്താൻ പറ്റിയത്. 3 തവണ നമ്മൾ കയറിയിട്ടും തിരിച്ചിറങ്ങുകയുണ്ടായത്. അപ്പോഴൊക്കെ ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു. കാരണം ലേ വരെ എത്തിയിട്ട് കർത്തുങ്കൽ കയറാൻ പറ്റാണ്ട് നാട്ടിലേക്ക് മടങ്ങുക എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ എന്തോ പഠിച്ചവൻ്റെ സഹായം കൊണ്ടോ എന്താ പറയുക നാട്ടിൽ നിന്ന് കൂടെല്ലോ പ്രാർത്ഥന കൊണ്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ അവിടെ എത്താനും വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആക്കാനും പറ്റി. അങ്ങനെ 98ാമത്തെ ദിവസം അല്ലറ ചില്ലറ പരിക്കുകളും ഒരുപാട് ഓർമ്മകളും എന്താ പറയുക ആഗ്രഹം സഫലീകരിച്ച സന്തോഷമൊക്കെ ആയിട്ട് തിരിച്ച് 98ാമത്തെ ദിവസം വീട്ടിൽ തിരിച്ചെത്താൻ പറ്റി. പിന്നെ അതിനുശേഷം 1 വർഷം മുന്നേ ഉപ്പാൻ്റെ കൂടെ സൈക്കിളിൽ തന്നെ കേരളം ഒന്ന് കറങ്ങാൻ പറ്റി. 1 മാസം കൊണ്ട് 14 ജില്ലകളും കവർ ചെയ്തിട്ട് തിരിച്ച് ഈ നോമ്പിനേക്ക് 2 വർഷമാവും. നോമ്പിന് മുന്നേ ആയിട്ട് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റി. ഞാൻ വിചാരിക്കുന്ന യാത്രകളിൽ സ്ഥലങ്ങൾക്കുപരി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ യാത്രകളെ മനോഹരമാക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരാളായിരുന്നു ഉപ്പ. അപ്പോൾ ഉപ്പൻ്റെ കൂടെ ഉള്ളൊരു യാത്ര എന്ന് കുറേ മുന്നല്ല ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ഉപ്പാനോട് ഹോട്ടലിൽ നിന്നൊക്കെ ലീവ് എടുപ്പിച്ച് കുറേ എന്താ പറയുക ഉമ്മാനെയൊക്കെ സോപ്പിട്ട് അങ്ങനെ ഉമ്മക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നോ. കാരണം ഉമ്മ അല്ലാണ്ട് ഉപ്പനെ മാത്രം കൂട്ടിയിട്ടില്ല പോക്കല്ലേ. ഉമ്മ പണ്ടേ പറയണം എനിക്ക് എന്നെക്കാളും ഇഷ്ടം ഉപ്പാനെയാണ്, ഉപ്പൻ്റെ പെറ്റാണ് എന്നാണ് പറയൽ. അപ്പം അങ്ങനെ പോയി അതും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെ യാത്രകൾ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് ഏത് മുഖേന എന്നല്ല, ട്രെയിനിൽ പോകാറുണ്ട്, ബസ്സിൽ പോകാറുണ്ട്, ബൈക്കിൽ പോകാറുണ്ട്, എല്ലാം പോകാറുണ്ട്. ഇനി ഒത്തിരി യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അവൾ ഉപയോഗിച്ചൊരു വാക്ക് കണ്ടോ, ഉമ്മനെ സോപ്പിട്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ്, ഈ സഹജീവികളോട് എങ്ങനെയാണ് നമ്മളുടെ വഴിക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ വാളും കത്തിയൊന്നും എടുത്തിട്ടല്ല. എത്ര സ്ട്രാറ്റജിക് ആയിട്ടാണ് ആ കുടുംബത്തെ അതിന് മെരുക്കിയെടുത്തത് നോക്കി നോക്കൂ. സാധിക്കും, നിങ്ങൾക്കും സാധിക്കും. താങ്ക് യു സഹല. നമ്മളെപ്പോഴും പല മോട്ടിവേഷണൽ കോട്ടൊക്കെ നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. എല്ലായിടത്തും ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മളെപ്പോഴും എടുത്ത് ഓർക്കുന്നൊരു വാചകമുണ്ട്, സഹല ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർക്കുന്നൊരു കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കെമിസ്റ്റിലെ വരികളാണ്, പൗലോ കൊയ്ലോടെ അല്ലേ. ലോകം നമ്മളൊരു കാര്യം നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ അത് സഫലീകരിക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് പൗലോ കൊയ്ലോ പറഞ്ഞത്. സഹലയുടെ കാര്യത്തിൽ പ്രപഞ്ചം കൂടെ നിന്നിട്ടില്ല, പക്ഷേ സഹലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സഹലയുടെ കൂടെ നിന്നിട്ടുണ്ട് എന്ന് സഹല പറയുന്നത്. അതാണ് സന്തോഷം. സഹലയുടെ ആ യാത്രാ വ്ലോഗ് കാണുമ്പോൾ, ഉപ്പയ്ക്കൊപ്പം അരീക്കോട് ആ അഗതി മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്ര കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ ആത്മഹർഷത്തോടു കൂടിയല്ലാതെ, അഭിമാനത്തോടു കൂടിയല്ലാതെ നമുക്കത് ആ ഒരു വീഡിയോ നമുക്ക് കാണാനാവില്ല. തീർച്ചയായും സഹല വീണ്ടും സ്വപ്നങ്ങളിലേക്ക് ഇനി യാത്രകൾ നടത്തട്ടെ. അത് മറ്റുള്ളവർക്കൊക്കെ ആത്മവിശ്വാസമാവട്ടെ, പ്രചോദനമാവട്ടെ എന്നാണ് പറയാനുള്ളത്. അടുത്തതായി നമ്മുടെ ശ്രീകല ഗുരുക്കളിലേക്കാണ്. ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള, ശാരീരികമായ കരുത്തിൻ്റെയൊക്കെ പാഠങ്ങൾ പ്രിയപ്പെട്ട ശ്രീകല നമ്മളോട് പറഞ്ഞു തരും. എല്ലാവർക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും വിനീത നമസ്കാരം. പെൺമ എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ആകാശവാണിയോടും യൂണിറ്റി കോളേജിനോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, അത്രയൊന്നും എനിക്ക് കളരിപ്പയറ്റ് മാത്രമേ അറിയുള്ളൂ, സത്യത്തിൽ വാക്പയറ്റ് അറിയില്ല. അതുകൊണ്ട് പറയുന്നതിൽ വലിയ രീതിയിൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല. എന്നാലും എനിക്കറിയുന്ന പോലെ ഞാൻ സംസാരിക്കാം. ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു കളരിപ്പയറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ഈ കോളേജിൽ ഞാൻ കളരിപ്പയറ്റിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നാഷണൽ ഗെയിംസിൽ വരെ വിന്നറായ ഫാരിഷ റഹ്മാനെ പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് യൂണിറ്റി കോളേജ്. അതുകൊണ്ട് തന്നെ കേരളം ലോകത്തിന് സംഭാവന നൽകിയ വീരസാഹസിക ആയോധന കലയാണ് കളരി. അതിന് മെയ്ത്താരിയും കോൽത്താരിയും അങ്കത്താരിയും വെറുങ്കൈ പ്രയോഗങ്ങളുമൊക്കെ അടങ്ങിയ അനന്തമായ ഒരായോധനാഭ്യാസമാണ് കളരി. അതിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം പഠിച്ച ആളാണ് ഞാൻ. എന്നിരുന്നാലും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്, ഒരു കർഷക കുടുംബത്തിലായിരുന്നു. അവിടെ എൻ്റെ വീടിനോട് തൊട്ടടുത്ത് ഒരു കളരി ഉണ്ടായിരുന്നു. ആ കളരിയിലെ ഡെമോ കണ്ടിട്ട് ആവേശം കയറിയാണ് ഞാൻ കളരി പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഗുരുനാഥനായ എൻ്റെ ഗുരുനാഥൻ ശ്രീ വിശ്വനാഥൻ ഗുരുക്കൾ എന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കാരണം സ്റ്റേറ്റ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെയൊക്കെ പ്രസിഡൻ്റായിരുന്നു ആ കാലത്ത്. അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ചോദിച്ചു, എനിക്ക് കളരിപ്പയറ്റ് പഠിക്കണം. അപ്പോൾ മുത്തശ്ശൻ എന്നാണ് വിളിക്കുക അന്നൊക്കെ അദ്ദേഹത്തെ. അപ്പോൾ മുത്തശ്ശൻ എനിക്കും കളരിപ്പയറ്റ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്തായാലും മോള് വന്നോളും. അങ്ങനെ ആദ്യമായിട്ട് ആ കളരിയിൽ ഒരു പെൺകുട്ടി ആയിട്ട് ഞാൻ ചേർന്ന് പഠിക്കാൻ പോകും. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടിയെ കൂടി ഞാൻ കൂട്ടിനെ വിളിച്ചു. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകാനുള്ള മടിയുണ്ട്. അങ്ങനെ ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ ചേർന്നു. പിന്നീട് ഒരുപാട് 30-ലേറെ പെൺകുട്ടികൾ ആ കളരിയിൽ വന്ന് കളരിപ്പയറ്റ് പഠിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായി കളരിപ്പയറ്റിൽ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അന്നൊക്കെ ഇത് പറഞ്ഞതുപോലെ എൻ്റെ അനിയനെയാണ് ആദ്യമായിട്ട് കളരിയിൽ കൊണ്ട് ചേർത്തത്. അപ്പോൾ ഞാനും പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറയും, എന്തിനാപ്പോൾ പെൺകുട്ടികളൊക്കെ കളരി പഠിക്കണേ? അമ്മ എന്നല്ല, ആ ചുറ്റുവട്ടത്തുള്ളവരായാലും നമ്മുടെ കുടുംബക്കാരായാലും അന്നത്തെ നാട്ടുകാരൊക്കെ ആകുമ്പോൾ ചോദിക്കും, എന്തിനാ ഈ പെൺകുട്ടിയെ കളരി പഠിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വീട്ടുകാരൊന്നും അതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും പറയാറില്ല, ഞാനത് മൈൻഡ് ചെയ്യാറുമില്ല. പിന്നെ എനിക്കതൊരു വാശിയായിരുന്നു. കാരണം കളരി എത്രത്തോളം പഠിക്കാൻ സാധിക്കും അത്രയും പഠിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
കോച്ചായിട്ട് തന്നെ 3 വർഷത്തോളം കളരിപ്പയറ്റിൽ ജോലി ചെയ്യാനും ലോകം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാന്യനായ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിൻ്റെ മുന്നിൽ കളരിപ്പയറ്റ് അവതരിപ്പിക്കാനും ഇക്കഴിഞ്ഞ 38ാമത് നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ കോച്ചായിട്ട് പോകാനുമൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരു പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇനി കളരിപ്പയറ്റൊന്നും ഉണ്ടാവില്ല, കാരണം അതേ ഫീൽഡിലുള്ള ഒരാളെയല്ല കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ആദ്യം വെച്ച നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ കളരി പഠിപ്പിക്കണം, കളരി ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇതൊരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്നായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ഇന്ന് വരെയും അതിന് എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട്, അവരുടെ കുടുംബവും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞത്. ഇന്നൊക്കെ നമുക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട്, ഇപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തന്നെയാണ് കളരിയുടെ ഇന്ന് ഇത്തരത്തിൽ സംസാരിക്കാൻ എത്തിയത്. അതുപോലെ നിങ്ങളൊക്കെയും ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉള്ള ഊർജ്ജസ്വലരായ പെൺകുട്ടികളാണ്. ഇന്ന് നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. ദിനം പ്രതി നമ്മൾ പത്രത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ദൃശ്യമാധ്യമങ്ങളിലും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് വർദ്ധിച്ചു വരും, അതൊരിക്കലും കുറഞ്ഞു വരില്ല. അതിനെതിരെ പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്. കാരണം എത്ര ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ഏത് സാഹചര്യത്തിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. കാരണം നിങ്ങൾക്കൊക്കെ ദൈവം കയ്യും കാലും പല്ലും നഖവും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഒരു പ്രതികൂല സാഹചര്യത്തിൽ അകപ്പെട്ടാൽ ഇതൊക്കെ വെച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഒരു കള്ളൻ വന്നിട്ട് മാല പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കരഞ്ഞിട്ട് പ്രതികരിക്കലല്ല കേട്ടോ. അപ്പം തന്നെ ആ സ്പോട്ടിൽ അതിനോട് പ്രതികരിക്കാനും അല്ലെങ്കിൽ ഏതു സാഹചര്യത്തെയും ആത്മധൈര്യത്തോടു കൂടി നേരിടാനുമുള്ള ഒരു മാനസിക ധൈര്യം നിങ്ങൾ ഓരോരുത്തരും നേടിയെടുക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ബോധമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ ആരൊക്കെയാണ് മാന്യർ, അല്ലെങ്കിൽ ആ മാന്യരുടെയൊക്കെ ഇടയിൽ നിന്ന് എത്ര വലിയ മൃഗമാണ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ യാത്രയിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ എനിക്കായാലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ നല്ല ചെറിയ കുട്ടികളല്ല, നിങ്ങൾക്ക് ഇനി ഒരാളുടെയും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമൊക്കെയുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഏത് സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതിൽ കളരിയോ കരാട്ടയോ ഗുംഫോ ഒന്നും പഠിക്കണ്ട. ഒരു നോട്ടം, നമുക്കിഷ്ടമില്ലാത്തൊരു നോട്ടമാണെങ്കിൽ പോലും ആ നോട്ടത്തിനെ അതിലും നന്നായി ഒന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യും? പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ ഇരിക്കും, ഒന്നും പ്രതികരിക്കില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പ്രതികരിക്കാതിരിക്കും. പക്ഷേ അങ്ങനെ ആവരുത് മക്കളെ. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പിന്നോട്ട് പോകരുത്. പ്രതികരിക്കാൻ പഠിക്കുക ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും. അതിനുള്ളൊരു റിഫ്ലെക്സ് ആക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും ഒരു കൈ നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവട്ടെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയല്ല, അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് പരിമിതമായ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഞങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളരുന്നവരാണ്. ഇപ്പോൾ നേരത്തെ ഗീതാ മേഡമൊക്കെ പറഞ്ഞ പോലെ ആ സ്വാതന്ത്ര്യം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ല സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കും നിങ്ങളുടെ നല്ല ലക്ഷ്യത്തിലേക്കും എത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങളെല്ലാവരും നാളെ സമൂഹത്തിന് ഉത്തമ മാതൃകകളായ സ്ത്രീകളായി ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീകല. നമ്മുടെ ശ്രീകല പറഞ്ഞ പോലെ തന്നെ സ്വയം പ്രാപ്തരാവുക അല്ലെങ്കിൽ സ്വയം സജ്ജരാകുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ കാലത്ത് കുട്ടികൾ അധികവും പെൺകുട്ടികളെ അധികവും ആയോധന കലകൾ ഒക്കെ പരിശീലിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അതൊരു മിഡിൽ ക്ലാസ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സുരക്ഷാ അഭാവം എന്നുള്ളതാണ്. അതൊരു ദുരവസ്ഥയാണ്. എന്നിരുന്നാലും
നമ്മളൊരു വ്യക്തിയെ അത് ആത്മവിശ്വാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലന മുറകളൊക്കെ അഭ്യസിച്ചിരിക്കും തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഒരു 3 അവതരണങ്ങൾ ഇവിടെ ഇപ്പോൾ തീരുകയാണ്. നമ്മുടെ അവതരണങ്ങൾക്ക് ശേഷമുള്ളൊരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ശ്രീകല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാക്പയറ്റേ നടത്തിയിട്ടുള്ളൂ. ഇനി ശ്രീകലയുടെ ഈ പറഞ്ഞ ഉറുമിയോ ചുരുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ചില അഭ്യാസ പ്രകടനങ്ങളോടെ ഉണ്ടാവും. ശ്രീകലയുടെ അഭ്യാസ പ്രകടനങ്ങൾ 2-3 വട്ടം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പ്രകടനത്തോടു കൂടിയാണ് നമ്മുടെ കൾച്ചറൽ പരിപാടി ആരംഭിക്കുക. ഇനി നമ്മുടെ ഒരു ഇൻട്രാക്ഷനുള്ള സമയമാണെന്ന് വിചാരിക്കുന്നു. അതിലൂടെയൊക്കെ ഈ 3 പേർക്കും കൂട്ടിച്ചേർക്കാനുണ്ടാവും. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന കുറച്ച് പേരൊക്കെ അതീവ താല്പര്യത്തോടു കൂടി തന്നെ ഇൻട്രാക്ഷന് സജ്ജരായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. മറ്റുള്ളവരും ഇതിൽ ക്രിയേറ്റീവായി ആക്റ്റീവായി പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവർ സ്വയം പരിചയപ്പെടുത്തുക. ആരോടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെങ്കിൽ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ചോദിക്കുക. ഓക്കെ. എൻ്റെ പേര് റീം മറിയം. ഞാൻ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ്. എനിക്ക് ഗീത മാമിനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഒരുപാട് മുമ്പ് ഒരു റീൽ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരുപാട് റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വുമൻസിൻ്റെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വയലേഷൻ എന്ന് പറയുന്നത് ഈ ഡെലിവറി ടൈമിൽ ചില റിസ്കുകൾ വരുമ്പോൾ മദറിനെയാണോ അതോ കുഞ്ഞിനെയാണോ സേവ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യന് ഹസ്ബൻഡിനോടാണ് വരാറ്. പക്ഷെ അത് ശരിക്കും ജനിക്കാത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ഒരു അത്രയും പ്രിയപ്പെട്ട ഒരാളെ ജീവന് അത് ഹസ്ബൻഡിനോടാണോ ചോദിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ലേ ഏറ്റവും വലിയ ഒരു വയലേഷൻ എന്ന് പറയുന്നത് റൈറ്റിന്, വുമൻസ് റൈറ്റിന്. കടിച്ചിലപ്പുറമുള്ള മടയിൽ ഗംഭീര ചോദ്യം കേട്ടോ. ഗംഭീരമായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ചോദ്യമാണത്. കാരണം ആ കുട്ടിയുടെ ഉള്ളിലത്തെ അഭിമാനം ഉണ്ടല്ലോ, അതിഭയങ്കരമായിട്ട്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം റിസ്ക്കാണ്, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആരെ വേണം എന്ന് ചോദിക്കുമ്പോൾ അത് നിശ്ചയിക്കാനുള്ള അധികാരം ഭർത്താവിനാണ്, ഭർത്താവ് എന്നുള്ള പുരുഷനാണ് എന്ന് റീലിൽ കൂടെ കുട്ടി കണ്ടതായിട്ടാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായം അത് നിശ്ചയിക്കാനുള്ള അഭിപ്രായം ഈ സ്ത്രീക്കാണ്, അമ്മയ്ക്കാണ്, പ്രസവിക്കുന്ന അമ്മയ്ക്കാണ്. താനിരിക്കണോ കുഞ്ഞിരിക്കണോ എന്ന് തീരുമാനിക്കാൻ പൂർണ്ണമായ അവകാശം ഈ അമ്മയ്ക്കാണ്. ഞാനൊരു 4 പോയിൻ്റാണ് ഇവിടെ പറയാൻ വേണ്ടി വിചാരിച്ചത്. ഒന്ന് പെൺമ എന്നുള്ളത്, പെൺമയിലാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ പോയിന്റ് തന്മ എന്നുള്ളതാണ്, തൻ്റെ ഇടം എന്നുള്ളതാണ്, തൻ്റേതായിട്ടുള്ള ഇടം, തൻ്റേതായിട്ടുള്ള ഡിസിഷൻസ്. അപ്പോൾ അത് കുറേ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സെൽഫ് ഡിഫെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളെങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് വീടിനെ ഡെമോക്രറ്റൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഉൾക്കൊള്ളേണ്ടത്. കാരണം നമ്മുടെ തൻ്റെ ഇടം എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ തൻ്റെ ഇടത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ സംശയമാണത്. അങ്ങനെ നിയമമുണ്ടോ ഉണ്ടോ? ക്ലിനിക്കൽ നിയമമുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അത് ചോദിച്ച ആളുടെ അജ്ഞതയും ആത്മവിശ്വാസമില്ലായ്മയും അയാളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ധാരണയും ഒക്കെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, കുട്ടികൾ അച്ഛനാലും അമ്മയാലും ഒരുമിച്ച് വളർത്തപ്പെടേണ്ടവരാണ് എങ്കിൽ പോലും എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഫാദറാണ്. നാച്ചുറൽ ഗാർഡിയൻ നിയമം, എഴുതി വെച്ച നിയമം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എഴുതി വെച്ച നിയമം. നാച്ചുറൽ ഗാർഡിയന് തീരുമാനിക്കാം 7 വയസ്സ് വരെയുള്ള കുട്ടി ആരുടെ കൂടെ നിൽക്കണം, ക്ലെയിം ചെയ്യാം കോടതിയിൽ. നാച്ചുറൽ ഗാർഡിയൻ എന്നുള്ള ആ വാഗ്ദാനം വെച്ച് നോക്കൂ. ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, നാച്ചുറൽ ഗാർഡിയൻ ആരാ? ബൈ നേച്ചർ ഗാർഡിയനായിട്ടുള്ള ആളാരാണ്? അമ്മയാണ് അല്ലേ? പക്ഷെ നാച്ചുറൽ ഗാർഡിയൻ പോസ്റ്റ് കിട്ടുന്നത് പുരുഷനാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള വിനയ പല സ്ഥലത്തും പറയാറുണ്ട്, ആണുങ്ങൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയണം, അല്ലെങ്കിൽ അച്ഛൻ പട്ടവും അവർക്ക് നഷ്ടമാവും എന്നുള്ളത്. ഞാനത് കുറച്ച് കടന്ന കൈയായതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു ഉദാഹരണം നിങ്ങളോട്. ഈ ചോദ്യം ഭയങ്കര സിവിയർ ക്വസ്റ്റ്യനാണ്, ഭയങ്കര സീരിയസ് ക്വസ്റ്റ്യനാണ്, നല്ല ആത്മാഭിമാനത്തിൽ നിന്ന് മാത്രം വരുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് അമ്മയ്ക്കാണ് അധികാരം. ഹായ്, എൻ്റെ പേര് നാജിയ തസ്നി. ഞാൻ സെക്കൻഡ് ഇയർ BCom കോർപ്പറേഷൻ സ്റ്റുഡൻ്റാണ്. എനിക്ക് ചോദിക്കാനുള്ളത് സെഹ്ല മാമിനോടാണ്. നമ്മൾ ഓരോരുത്തരും
യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ സഹല മാമിന് യാത്ര ഇപ്പോൾ ലഡാക്കിലേക്കൊരു യാത്ര എന്നുള്ള സ്വപ്നം വന്നപ്പോൾ മാം അത് വീട്ടിൽ അവതരിപ്പിച്ച സമയത്ത് മാമിന് ഉണ്ടായിരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ അവിടെ പോയി വരുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസ്, ഇപ്പോൾ നമ്മൾ ഗേൾസാണ്, ഗേൾസിൻ്റെ ഇതിൽ നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടാണ് പോകുന്നത്. ഒരു 3 മാസത്തിനപ്പുറം നമ്മൾ ഈ ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് മാമിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. ആ ചലഞ്ചസിനെ മാം എങ്ങനെയൊക്കെയാണ് നേരിട്ടിട്ടുള്ളത്? ആദ്യം 2 ചോദ്യമല്ലത്. ഒന്ന്, ഫസ്റ്റ് യാത്രനെ പറ്റി വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളത്. സത്യം വീട്ടിൽ ഞാൻ മൂത്ത മോളാണ്, പിന്നെ ഒരനിയനും അനിയത്തിയും. അപ്പോൾ ചെറുപ്പം തൊട്ട് ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എവിടെ പോകണമെങ്കിലും അല്ലെ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് സ്വന്തം അത് ചെയ്യാനും, ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ സ്വന്തം പോയിട്ട് തിരിച്ച് സേഫായിട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് സ്വന്തം കോൺഫിഡൻസ് വരുമ്പോൾ എനിക്ക് എന്നോട് പറയാം, എനിക്ക് ഇന്ന സ്ഥലം പോകണം അല്ലെ ഇന്നത് ചെയ്യണം, അതൊക്കെ പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തരാൻ പറ്റുന്ന സപ്പോർട്ട് ഞാൻ തരും. അല്ലാണ്ട് ഉപ്പ ഹോട്ടൽ തൊഴിലാളിയാണ്. അപ്പം ഉപ്പക്ക് പണ്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. ഉപ്പ പണ്ട് തൊട്ടേ സൈക്കിളിലാണ് ഹോട്ടലിലേക്ക് പോലും വരലൊക്കെ. ഇപ്പം അടുത്താണ് ഉപ്പ സ്കൂട്ടി വാങ്ങിയത്. അപ്പം പെട്ടെന്ന് ഈ എന്തിനെങ്കിലും വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് തൊട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് ഞാൻ മനസ്സിങ്ങനെ കൊണ്ട് നടന്ന്. അപ്പം ഉപ്പ ആദ്യം പറയൽ സ്വന്തത്താൻ ഓക്കെ. അപ്പം ഡിഗ്രിക്ക് പഠിക്കുമ്പം തൊട്ട് ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ക്യാമറ പിടിച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഫറൂഖിൽ പഠിക്കുന്ന ടൈമിൽ മൾട്ടിമീഡിയ പഠിച്ചത്. അപ്പം അന്ന് നമ്മൾ ക്യാമറ തൂക്കി ഗേൾസ് നിൽക്കുമ്പം എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. അന്നൊന്നും ഇങ്ങനെ പെൺകുട്ടികൾ ഇറങ്ങുന്ന ടൈമായിരുന്നില്ല. ഇപ്പം കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇലക്ഷൻ വർക്കിന് വീഡിയോഗ്രാഫറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ പോണ ടൈമിൽ കൂടുതൽ പോലീസ് ഓഫീസേഴ്സും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇറങ്ങുന്ന ടൈമേ അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കൊക്കെ എടുത്ത് കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ടാണ് സൈക്കിൾ വാങ്ങുന്നത്. അപ്പം സൈക്കിൾ വാങ്ങിയതിന് ശേഷമാണ് ആദ്യം വീട്ടിൽ ഉപ്പിമ്മി അറിയാണ്ട് റൂമിൽ കൊണ്ടുപോയി രാത്രി 2 ആളെയും മെല്ലെ കണ്ണൊക്കെ പൊത്തിയൊരു സർപ്രൈസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് സൈക്കിൾ കാട്ടി കൊടുക്കണത്. അപ്പോൾ കാട്ടി കൊടുക്കുമ്പോൾ ആദ്യം അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് എത്ര റുപ്യ ആയതെന്ന് അല്ലേ. ആദ്യം നമ്മളോട് ഉമ്മാരുപ്പാരൊക്കെ ഒരു സാധനം വാങ്ങിയാൽ നമ്മളൊക്കെ ഇപ്പം ഒരു ഡ്രസ്സ് വാങ്ങിയാൽ പോലും 500 റുപ്യേൻ്റെ ഡ്രസ്സ് വാങ്ങി ആദ്യം ആലോചിക്കും ഉപ്പനോടും ഉമ്മനോട് ഈ ഡ്രസ്സിന് എത്ര പൈസ പറയണം എന്നാണ് അല്ലേ. വീട്ടിൽ പ്രായമായ ഉമ്മമാരും ബാപ്പാരും ഉണ്ട് പ്രത്യേകിച്ച്. ഓല ആദ്യം ചോദിക്കുക ഇതിന് എത്ര 50 റുപ്യ 100 റുപ്യ. ഇപ്പോഴും ചോദിക്കും നമ്മൾ വല്യമാരും ബാപ്പാരൊക്കെ അറിയാം. നമ്മൾ 1000-ൻ്റെ 2000-ൻ്റെ ഡ്രസ്സ് ഇട്ട് വന്നാലും ഓല് ചോദിക്കും. കാരണം ഓല് വളർന്നു വന്നൊരു സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ്. അപ്പം എനിക്ക് പിന്നെ ഇങ്ങനെ മനസ്സിലാവും ഉപ്പ ആദ്യം പറയുന്ന ഒരു കാര്യം, എന്നെക്കൊണ്ട് സ്വന്തം പറ്റണത് എനിക്ക് ചെയ്യാം, എൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കും ചെയ്യാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അഥവാ ചിത്ര വിലൻ്റെ സൈക്കിൾ എടുക്കണ്ടെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പോയി സൈക്കിൾ എടുത്ത് വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് കാട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഉപ്പക്ക് അറിയില്ല അടുത്ത സൈക്കിളിൻ്റെ വില എത്രയാണെന്ന് കേട്ടോ. പക്ഷേ ഏതോ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഉപ്പ ഇൻ്റർവ്യൂവിൽ കേട്ടപ്പോഴാണ് ഇത്രേൻ്റെ ഏനില്ലേ വാങ്ങിയത്. കാരണം ഞാൻ ഗിയർ സൈക്കിൾ എടുത്ത്. ഉപ്പ ഓട്ടുന്നത് ഒരു വണ്ടിയാണ്. അപ്പം ഇത്ര ലോങ് പോകണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് ഗിയർ സൈക്കിളാണല്ലോ. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് സൈക്കിൾ വീട്ടിതാക്കുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് റൈഡിന് ഇറങ്ങാൻ തുടങ്ങി. അപ്പം ഉമ്മ എന്ന് പറയുന്നത് നമ്മളും മലപ്പുറത്ത് തച്ചണയാണ് എൻ്റെ വീട്, അരീക്കോട് തച്ചണ. അപ്പം അങ്ങനെ ആരും സൈക്കിളിൽ പെൺകുട്ടികളൊന്നും ഇറങ്ങാത്ത സമയമാണ്. പണ്ട് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ ഞാൻ കസിൻ്റെ സൈക്കിൾ എടുത്തിട്ട് ഞാൻ മൂർക്കാട് സ്കൂളിൽ പഠിച്ചു. നല്ലൊരു കാറ്റാണ്, അത്യാവശ്യം ലോങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നടന്നു പോയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് സൈക്കിളിൽ പോയിക്കൂടാ. ഉപ്പ പണ്ട് വാങ്ങിയിരുന്നൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ 2 ദിവസം പോയപ്പോക്കിനും നാട്ടിൽ നിന്നാണേലും ഫാമിലിയിൽ നിന്നാണേലും ഒക്കെ എല്ലാവരും പറഞ്ഞു എന്താ ഇപ്പോൾ പെൺകുട്ടി സൈക്കിളൊക്കെ ഓട്ടി പോകണം. അന്ന് ബോയ്സൊക്കെ കുറേ ആൾക്കാർ സൈക്കിളിൽ വരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പല ഇതും കേട്ടിട്ട് അത് നിർത്തേണ്ടി വന്ന്. കാരണം പല ഇതില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഇജിഞ്ഞിപ്പോൾ രാവിലെ തന്നെ സൈക്കിൾ എടുത്ത് പോണ കാണുമ്പോൾ ഓരോരുത്തരും പറയൂലേ. അപ്പം ഇമ്മനെ വല്ലാണ്ട് വെടങ്ങാറാക്കേണ്ട വെച്ച് സുബഹിസ്കരിച്ചിട്ട് രാവിലെ നേരത്തെ ഇറങ്ങും വെളിച്ചം വെക്കണതിൻ്റെ മുമ്പ്. കാരണം ഒന്ന് സൈക്കിൾ ഓട്ടാറിയാം, പക്ഷെ ഗിയർ സൈക്കിളിനെ പറ്റി നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ നമുക്ക് കൂടുതൽ ഒറ്റയടിക്ക് നമുക്കൊരു ഇതിനിറങ്ങാൻ പറ്റില്ലല്ലോ, പ്രാക്ടീസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി രാവിലെ സുബഹിസ്കരിച്ചിട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് വെളിച്ചം വെച്ച് അങ്ങാടിയിൽ ആൾക്കാർ ഇറങ്ങണതിൻ്റെ മുന്നേ തിരിച്ച് വീട്ടിൽ കയറുക. ഇതായിരുന്നു തുടക്കത്തിൻ്റെ എൻ്റെ പ്ലാന്. പിന്നെ അങ്ങനെ ഇറങ്ങി തുടങ്ങി സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയപ്പോഴാണ് കുറേ ആൺകുട്ടികളൊക്കെ എത്ര അധികം ആളുകൾ സൈക്കിളിൽ രാവിലെ മോർണിംഗ് റൈഡിന് ഇറങ്ങണുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളൊരു ടീമായി
ഞങ്ങൾ ഓരോന്ന് യാത്രയിൽ ഓരോ സ്പോട്ട് വിചാരിച്ചിട്ട് അടുത്തുള്ള ഓരോ സ്ഥലങ്ങൾ വിചാരിച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഇന്നിപ്പം ചെക്കുന്നുമല ഭാഗത്തൊക്കെ പോകുന്നുണ്ട്, പോകാൻ താല്പര്യമില്ലല്ലോ, 5:30 പിന്നെ സ്പോട്ടിലെത്തി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ടീമൊക്കെ ആയപ്പം ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞത് കൂടെയുള്ള ഫ്രണ്ട്സിനോടാണ്. അപ്പം നമുക്കൊരു യാത്ര പോകുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ, അതാണ് ബെറ്റർ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടെ ആളുകളുണ്ട്, എനിക്കൊന്നുകൂടിയും എനിക്കൊരു കംഫർട്ടാണ്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ നിന്ന് എനിക്ക് വിശ്വാസം എനിക്കൊന്നുകൂടിയും ഓക്കെ ആണെന്ന് തോന്നിയ ടീമിനോട് 2 ഞാൻ അങ്ങനെ പറഞ്ഞു. ഷാനിക്കനോടും ഷാമിലിനോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങക്ക് ഓൽക്ക് ഞാനും ഓക്കെ ആവണമല്ലോ, നമ്മൾ വലിയൊരു യാത്രക്ക് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും ഇനി പോവുകയാണെങ്കിൽ പറയുണ്ടോ എന്ന് പറഞ്ഞപ്പം ഷാനിക്ക ആദ്യം പറഞ്ഞു ആദ്യം ശരിക്കും ഓട്ടി പഠിക്ക്, ആദ്യം ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ടീമായിട്ട് പോകാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ആയപ്പം ഇവർ പറഞ്ഞു വീട്ടിൽ നിന്ന് സമ്മതിക്കുക വെച്ച് ഏകദേശം ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതിന്. അപ്പോഴാണ് ഇപ്പാനെ സോപ്പിടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൻ്റെയും മുന്നിൽ നിന്ന് ചോദിച്ചാൽ അമ്മ ആദ്യം തന്നെ പറയും നിങ്ങൾ ഇങ്ങനെ താളം കാട്ടും അടുക്കളയിൽ വേണ്ടാന്ന്. അപ്പം ഇപ്പം ഒന്നുകൂടി ബാക്ക് വെക്കും. അപ്പം ആദ്യം ഇപ്പനെ സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പം ഇപ്പം പിന്നെ ഇപ്പൊക്കെ അറിയാം ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളും പിരാന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഉമ്മനെക്കാളും കൂടുതൽ ഉപ്പൊക്കെ അറിയാം, കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഉപ്പ രാത്രി 10:30 ഹോട്ടലിൽ വിട്ടുവന്നപ്പം നേരത്തെ ജ്യൂസൊക്കെ അടിച്ച് വെച്ച് ഇപ്പൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് ഉപ്പനെ പറഞ്ഞു ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പ ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുമല്ലേ പറയാറുണ്ട്. അപ്പം എന്താ കാൽമ കെട്ടിയിട്ട് ചാടുന്നതാണോ ചോദിച്ചു. ബങ്കി ജമ്പിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉപ്പ കാൽമ കെട്ടിയിട്ട് ചാടണമെന്ന് വെച്ചു. ഞാൻ അതൊന്നും അല്ലാറ്. പിന്നെന്താ ചോദിച്ചു ഞാൻ സൈക്കിൾമേൽ ഇങ്ങനെ ഇറങ്ങട്ടെ ചോദിച്ചു. അപ്പം ഈ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം അതല്ലപ്പാ കുറച്ചുകൂടിയും ലോങ് ഞാൻ പണ്ടേ പറയണല്ലേ. അപ്പം ഞാൻ പിന്നെ ഇഷ്ടത്തിന് ഞാൻ സ്വന്തമായിട്ട് വണ്ടി വാങ്ങി. ഇനിയിപ്പം പോട്ടെ. അപ്പം ഇപ്പോൾ ചോദിച്ച് എങ്ങനെയാണ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഷാമിലിനോട് ഷാനിക്കനോടൊക്കെ സംസാരിച്ചിരിക്കണേ. അപ്പം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇമ്മനെയും കൂടി ഒന്ന് സോപ്പിട്ടിട്ട് നിങ്ങൾ സമ്മതിച്ചാൽ അപ്പം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓ അപ്പം എന്നാൽ പൊയ്ക്കോന്ന് പറഞ്ഞു. ഉപ്പൻ്റെ അടുത്ത് നിന്ന് ഇത്ര പെട്ടെന്ന് ഒരു പോസിറ്റീവ് കിട്ടുമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഒറ്റയടിക്ക് ചോദിച്ചപ്പോൾ ഉപ്പ ഒറ്റയടിക്ക് സമ്മതിക്കല്ല ചെയ്തത്. ഉപ്പ കാണുന്നുണ്ട് എന്നും ഡെയിലി ഞാൻ പ്രാക്ടീസിന് ഇറങ്ങുന്നതും ഞാൻ ഓട്ടുന്നതും എന്നെ കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഉപ്പ ഒറ്റയടിക്ക് സമ്മതിച്ച്. പിറ്റേന്ന് ഉമ്മ വന്ന് ഏറ്റവും വലിയ എന്താ പറയുക അതാണ് ഉമ്മ എന്നില്ലേ. അപ്പം ഉമ്മ വന്നപ്പം ഞാനിങ്ങനെ സൈക്കിളിന് ക്യാരിയർ വേണം, ബാഗ് വേണം, അപ്പോഴേ ആലോചന തുടങ്ങി. എന്നാൽ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തില്ല. അപ്പം ഇങ്ങനെ ഉമ്മനെ പറഞ്ഞ ഉമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞ് ഏടുക്ക ചോദിച്ചു. ഉമ്മ ഇങ്ങനെ കാശ്മീർ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല ട്രെയിനിലൊക്കെ പോയി വരാൻ കുറേ ദിവസമാവൂലേ, ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ പിടിക്കും. ഷാമിലും ഷാനിക്കയാണുള്ളത്, രണ്ടുപേരും നമ്മളെ നാട്ടുകാർ തന്നെയാണ്, 2 കിലോമീറ്റർ ഡിഫറൻസിലാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ദിവസം എടുക്കില്ല ഇതൊക്കെ പറഞ്ഞപ്പോൾ സൈക്കിളിലാണെന്ന് അപ്പോഴും പറഞ്ഞില്ല. അമ്മ എനിക്ക് എൻ്റെ വണ്ടിയിൽ പോകണമെന്നാണല്ലോ ആഗ്രഹം പറഞ്ഞത്. അപ്പം ജയിന് വണ്ടി വാങ്ങി വന്നിട്ട് എന്നോണ്ട് പറയണം. അപ്പം ഞാൻ സൈക്കിൾ വാങ്ങിയല്ലോ പറഞ്ഞു. അപ്പം മോനെ സൈക്കിളിൽ ചോദിച്ചാൽ ഇങ്ങോട്ട് വാ ഇപ്പച്ചിനോ ചോദിച്ചു. ഇപ്പം സമ്മതിക്കൂലാണ്. അപ്പം ഞാൻ ഇപ്പൻ്റെ സമ്മതം ആദ്യം വാങ്ങി. ഇമ്മനോട് ആദ്യം പറഞ്ഞ ഉമ്മ എന്തായാലും ഇപ്പനെ പറഞ്ഞ് മുടക്കുന്നറിയാം. അപ്പം അങ്ങനെ 1, 2 പറഞ്ഞ് ഉമ്മച്ചിനും സമ്മതിപ്പിച്ച് പിറ്റേന്ന് മുതൽ നല്ല കുട്ടിയായി രാവിലെ മുതൽ മുറ്റടിച്ച് തരാൻ തുടങ്ങി, പാത്രം മോരാൻ തുടങ്ങി, അൾമാരൊക്കെ മടക്കി വെക്കാൻ തുടങ്ങി, റൂമൊക്കെ ക്ലീനാക്കാൻ തുടങ്ങി. എന്താ പറയുക എൻ്റെ ഡ്രസ്സ് കൂടി അലക്കാത്ത ഞാൻ ഇമ്മൻ്റെത് ഉപ്പൻ്റെതൊക്കെ എടുത്ത് അലക്കി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു 1-1.5 ആഴ്ച പിടിച്ച് ഉമ്മച്ചിനെ ഒന്നൊന്നത്തെ ലെവലാക്കി എടുക്കാൻ. അങ്ങനെ ഏതായാലും ഉമ്മ മൂളിയിട്ടില്ല, മൂളാണ്ട് നിന്നിട്ടില്ല. അങ്ങനെ ഉമ്മക്ക് നമ്മളൊരാഗ്രഹമല്ലേ, കുറേ കാലമായിട്ടില്ലല്ലേ. അങ്ങനെയാണ് വീട്ടിൽ സമ്മതിപ്പിച്ചെടുത്തത്. എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ അനിയത്തിനോട് നല്ലാണ്ട് പുറത്ത് ഫാമിലിയിൽ ആരോടും പറയാണ്ട് നാട്ടിലൊന്നും പറയാണ്ട് ഇറങ്ങുന്നില്ല. കാരണം നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ എങ്ങാനും അതിൽ വല്ല മുടക്കം വരുമോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പം പക്ഷേ പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ മൾട്ടിമീഡിയ ഫറൂഖ് കോളേജ് പഠിച്ചു. നമ്മളെ കൂടുതലൊരു സുഹൃത്തിന് ചെറിയൊരു സൂചന കിട്ടി. ഓൻ പോകാൻ വിചാരിച്ചതിൻ്റെ ഞായറാഴ്ച ഇറങ്ങാൻ വിചാരിച്ച് ശനിയാഴ്ച ഉണ്ട് ഓൻ ക്യാമറമാനെയും മൈക്കൊക്കെ കൂട്ടി വരുന്നേ. അങ്ങനെ സംഭവം കയ്യിൽ നിന്ന് പോയി. കാരണം ഓല് ന്യൂസിൽ കൊടുത്ത് കുടുംബക്കാരൊക്കെ അറിഞ്ഞ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞായറാഴ്ച ഇറങ്ങിയതിന് ശേഷം ഇത് പുറത്ത് വിടാൻ പറ്റുള്ളൂ എന്ന് ഓനോട് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പിറ്റേന്ന് രാവിലെ
ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇപ്പോൾ വിളിക്കണേ, മോളെ കയ്യിൽ നിന്ന് പോയിക്കണേ, ചങ്ങായി പറ്റിച്ച് ന്യൂസിൽ വന്നിക്കണേ, ബാ അമ്മക്ക് മമ്മനും ബാപ്പനും അമ്മമാരൊക്കെ കണ്ടൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബൈക്കും വാങ്ങി കാത്തിക്കുണ്ട്. വേഗം വന്ന് മാറ്റിയിട്ട് വേഗം പോയി. ആ ടൈമിൽ ഫാമിലിയിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ എതിർപ്പെന്നല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഒന്ന് ഇത്ര ദൂരം പോകുന്നതിലും അതുപോലെ മറ്റ് 2 ആൺകുട്ടികളുടെ കൂടെ യാത്ര പോകുന്നതിലും അങ്ങനെ ഒരുപാട് സൈക്കിളിൽ പോകുന്നതിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഉപ്പ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ബോധിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാം നേടാൻ പറ്റില്ല. നമുക്ക് ആദ്യം നമ്മളൊരു വിശ്വാസം നമ്മളെ ബോധിപ്പിക്കുക, പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പറയുക, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആളുകളോടും പറയുക. എല്ലാവരും എല്ലാം ബോധിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് ലൈഫിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആളപ്പ. അപ്പം അങ്ങനെ ആണ് യാത്ര ഇറങ്ങലുണ്ടായത്. പിന്നെ യാത്രയിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇപ്പം ഇവിടെ കൂടുതൽ ലേഡീസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, നമുക്ക് പീരീഡ്സിൻ്റെ ഇഷ്യൂസ് അല്ലേ ഭയങ്കരമായിട്ട്. പേഴ്സണലി ഭയങ്കര പീരീഡ്സിൻ്റെ പെയിനും മൂഡ് സ്വിങ്സും ദേഷ്യവും സങ്കടവും എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്താ പറയുക, യാത്രയിൽ അതെന്താവുന്നില്ലതിനെ പറ്റി എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ കൂടുതൽ 2 ആൾക്കാരോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഈ കാണുന്ന ഞാനൊന്നും ആയിരിക്കില്ല ഒരു 2-3 ദിവസത്തിന്, ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടും, ആവശ്യമില്ലാണ്ട് കരയും, എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. അപ്പം എൻ്റെ മൂഡ് എങ്ങനെ ചേഞ്ച് ആവുന്നു ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. ഇവർക്ക് ചെറിയ ഒരു സൂചന ഞാൻ ആദ്യം കൊടുത്തിട്ട്, കാരണം ഇവർ പേടിക്കരുതല്ലോ, കാരണം പെട്ടെന്ന് നമ്മൾ മാറുന്ന കണ്ടിട്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനും കാര്യമൊക്കെ കയ്യിൽ കരുതിയിട്ട് തന്നെയാണ് പോയിരുന്നത്. അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താ വെച്ചാൽ, സാധാരണ വീട്ടിൽ നിന്ന് പീരീഡ്സ് ആവുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ ബെഡിൽ നിന്ന് ഇളകാത്ത മനുഷ്യനേനു ഞാൻ. പക്ഷേ യാത്രയിൽ എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വല്ലാണ്ട് ഫീൽ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്ക് ഫീൽ ചെയ്യില്ല എന്നില്ല. മേ ബി ഞാൻ അത്രയും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ടാണോ ഇനി എനിക്ക് അത്രയ്ക്ക് പെയിനും കാര്യങ്ങളും ഉണ്ടാവാണ്ടിരുന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ. ആ ടൈമിൽ സൈക്ലിംഗ് ചെയ്യുന്നതിലോ എന്താ പറയുക, എനിക്കെന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പം അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പ്രശ്നങ്ങൾ വേറെ എന്താ പറയുക, സൈക്കിൾ ആയതിൻ്റെ ചെറിയ ആദ്യമായിട്ടാണ് എത്ര വലിയ ഹൈവേകളിലൊക്കെ പോകണം, വലിയ വണ്ടിയൊക്കെ ലോറിയൊക്കെ മുന്നിൽ കൂടെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്റ്റേൻ്റത് നമ്മൾ ആദ്യം ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് പോയിരുന്നത്. എന്നാലും കൂടുതൽ നമ്മൾ പെട്രോൾ പമ്പുകളോ CCTV ക്യാമറ ഉള്ള സ്ഥലങ്ങളോ നോക്കിയിട്ടാണ്, ടൗൺ ഏരിയാസിൽ നോക്കിയിട്ടാണ് ടെൻറ്റ് പിച്ച് ചെയ്തതും നിന്നതൊക്കെ. നമ്മുടെ സേഫ്റ്റി ഒന്നുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും പല വീടുകളിലായിട്ടും ഗുരുദ്വാരകൾ ദാബുകളായിട്ടൊക്കെ നിൽക്കേണ്ടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചോദ്യം കിട്ടിയാൽ പിന്നെ അതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊന്ന് ഇടയിൽ കയറി പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. എൻ്റെ ചോദ്യം ശ്രീകല മാമിനോടാണ്. ഞാൻ ഒമ്നിയ ഉമ്മർ, 3rd ഇയർ BSc കെമിസ്ട്രി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മൊമെൻ്റ് എടുക്കുകയാണ് മിസ്സിൻ്റെ സൗണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാമിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മൊമെൻ്റ് എടുക്കുകയാണ്. ഇനി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വർഷത്തെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേൻ്റെ തീം എന്ന് പറയുന്നത് ജെൻഡർ പാരിറ്റി ആക്സിലറേറ്റ് ദി ആക്ഷൻ എന്നാണ്. അപ്പോൾ മിസ് ഒരു മെയിൽ ഡോമിനേറ്റഡ് സ്പോർട്സ് ആയിട്ടുള്ള മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇത് പിന്നെ മിസ് ഈ കല ചെയ്യുമ്പോൾ എത്രത്തോളം ഈ ഒരു ജെൻഡർ പാരിറ്റി അല്ലെങ്കിൽ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്ത് എത്രത്തോളം പിന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു പെർസ്പെക്റ്റീവിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. കാരണം ഇപ്പോഴും എല്ലാ മാർഷൽ ആർട്സുകളും പുരുഷാധിപത്യം കൂടുതലുള്ളത് തന്നെയാണ്. അതിനിപ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഞാനിപ്പോൾ മത്സരിക്കുന്ന സമയത്ത് ഒരു 10 പേര്
അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ ഒരു ജില്ലയിൽ നിന്ന് തന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്, പെൺകുട്ടികൾ. പക്ഷെ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഉന്നതിയിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ പുരുഷന്മാർ തന്നെയാണ്. പലപ്പോഴും സ്ത്രീകൾ ആ തലത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഇതൊരു പുരുഷ മേധാവിത്വം തന്നെയാണ് ഇതിൽ കൂടുതൽ, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളതിന് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ജില്ലാ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തലത്തിലേക്ക് പെൺകുട്ടികൾ എത്തുന്നുണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന ഒരു കാലത്ത്, കാരണം ഇനി അടുത്ത ഒരു ജനറേഷനിൽ അതെന്തായാലും മാറും. മാഡം പറഞ്ഞതുപോലെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾ, നമുക്കല്ല നമ്മുടെ രാഷ്ട്രപതി വരെ സ്ത്രീയാണ് അല്ലേ. പാടത്തെ പടി മുതൽ പർവ്വതാരോഹണം വരെ സ്ത്രീകൾ ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രപതി വരെ ഒരു സ്ത്രീ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും അത് കൂടി വരും. മാർഷൽ ആർട്സ് രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരും. കാരണം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അത് വരും കാലങ്ങളിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 38ാമത് നാഷണൽ ഗെയിംസിൻ്റെ കോച്ചായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ 21 സ്റ്റേറ്റുകളിൽ നിന്ന് സ്ത്രീകളുണ്ടായിരുന്നു കളരിപ്പയറ്റിൽ, ഈ കളരിപ്പയറ്റിൻ്റെ കോച്ചായിട്ട്. സത്യത്തിൽ അത്രയ്ക്കൊന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല അവർ. പക്ഷെ നമ്മുടെ ആയോധന കല ഇന്ന് 29ഓളം സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 85ഓളം രാജ്യങ്ങളിൽ കളരിപ്പയറ്റുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകളാണ് കൂടുതൽ കടന്നു വരുന്നത്, ഒരുപാട് വിദേശ വനിതകൾ. കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല. ഒരുപക്ഷെ അത് ആ രക്ഷിതാക്കൾക്ക് തോന്നുന്നതായിരിക്കും, അവരെ ഒരു സ്ത്രീയുടെ അടുത്ത് വിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതത്വം എന്നതുകൊണ്ടാവും അവർ പറഞ്ഞയക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു പുരുഷനായിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് കരാട്ടയാണ് കളരിയാണ് പഠിക്കാൻ പറഞ്ഞയക്കുന്നതെങ്കിലും അതിന് കുറേ ദൂഷ്യവശങ്ങളും ചിലപ്പോൾ സംഭവിക്കാം, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പലതും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതൽ പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ന് ഞാൻ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച പോലെ അത് നാളെ അതും സ്ത്രീകൾ ആയിരിക്കും, അതിൻ്റെ മേലധികാരികളൊക്കെ ആയി വരും. നമുക്ക് കാത്തിരിക്കാം. ഹായ്, എൻ്റെ പേര് റിഫ. ഞാൻ സെക്കൻഡ് ഇയർ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഗീത മാമിൻ്റെ അടുത്താണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി എന്ന് പറയുന്നത്, അവർ പഠിക്കുന്നത്, അവരവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ അവർ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ നിന്നാണ് അവരതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഭാവിയിൽ നമ്മളെന്താ അസാധാരണമായ സ്വപ്നങ്ങളൊക്കെ കാണണം എന്നുള്ളത് മാം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ പാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഈ ഒരു പെർഫെക്റ്റ് ജെൻഡർ പാരിറ്റി ഉള്ള ഒരു സൊസൈറ്റി നമുക്ക് വന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണിപ്പോൾ സാഹിത്യമൊക്കെ എങ്ങനെയാണ് ആ ഒരു സമയത്ത് മാറുക, എന്തൊക്കെ തരത്തിലുള്ള കഥകൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള കഥകളാണ് മാഞ്ഞു പോവുക, അതേപോലെ പുതുതായിട്ട് എന്തൊക്കെ തരത്തിലുള്ള കഥകൾ വരുമെന്നാണ് മാമിൻ്റെ അഭിപ്രായം എന്ന് പറയൂ. എന്താ, ഞാനിപ്പോൾ അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് എനിക്ക് ഈ കുട്ടിയോട് സഹലയോട് ഒരു സജഷൻ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഉമ്മയാണല്ലോ ഇപ്പോൾ സഹലയുടെ ഒരു പ്രശ്നം. ഉമ്മേനെ ഒരു ദിവസം സൈക്കിൾ റൈഡിന് കൊണ്ടുപോകും. സ്നേഹിച്ച് വിളിച്ച് ഉമ്മ വരുന്ന, എനിക്ക് കാശ്മീർ ലഡാക്ക് പോയ പോലെ തന്നെയുള്ള സ്വപ്നമാണ് ഉമ്മയെ ഒപ്പം ഇരുത്തിയിട്ട് എനിക്ക് സൈക്കിൾ റൈഡ് ചെയ്യണമെന്നുള്ളത്. അതിൽ ഒരാൾക്കും കൂടി ഇരിക്കാൻ പറ്റില്ലേ, കഷ്ടിച്ച് പുഷ്ടിച്ച്? അങ്ങനെ ഒന്ന് അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചു നോക്കൂ, അത് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയൊക്കെ അവർ മുന്നോട്ട് വന്നല്ലോ. ഇപ്പോൾ കാശ്മീരിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കണു, ഡ്രസ്സ് കുറച്ച് എടുക്കണില്ലേ എന്ന് ചോദിക്കണില്ലേ, അധികം ഡ്രസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തടഞ്ഞു നിൽക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഞാനിപ്പോൾ ചാവെന്ന് പറയുക ചെയ്തോ? ഇല്ലല്ലോ. അവർ വന്നു, അവർക്കൊരു ബേജാറുണ്ട്. കാരണം കാലം കൊണ്ടുവന്ന ബേജാറത്. അതിനെ ഒരു സാഹോദര്യത്തിൽ മനസ്സിലാക്കി ഒന്നങ്ങോട്ട് ചേർത്ത് പിടിച്ചു നോക്കൂ, ഒന്ന് അമർത്തിക്കോളൂ, കുഴപ്പമുണ്ടാവില്ല, ഒപ്പം വരും അവർ. അപ്പോൾ ഇനി ഈ കുട്ടിയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. അത് ഇപ്പം കുട്ടി ചോദിച്ചത്, ജെൻഡർ പാരിറ്റി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സാഹിത്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്കത് പ്രവചിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഇന്ന് കാണുന്ന സാഹിത്യമായിരിക്കില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമാക്കാം.
ചില വളരെ ചെറിയ ഉദാഹരണങ്ങൾ കേട്ടോ, ഒരു ചുണ്ടുപലക മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി നിങ്ങൾ റെഫർ ചെയ്തോളണം. ഇപ്പോൾ 1903 ജെ കുഞ്ഞിലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ. അവർ എഴുതി വെച്ചു, കാരണം കേരളീയ സ്ത്രീകൾക്കൊരു ഉപദേശം എന്നുള്ളൊരു ലേഖനം അന്നത്തെ സുധർമ്മ എന്നുള്ള മാസികയിൽ എഴുതി വെച്ചു. അതിലവർ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം. ഈ മിനിറ്റിൽ സ്വന്തമായൊരു മുറി എന്ന് നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പേര് വെർജീനിയ വുൾഫായിരിക്കും. അത് 1928 വെർജീനിയ വുൾഫിൻ്റെ റൂം ഓഫ് വൺ സോൺ ഉണ്ടാവുന്നത്. 1903 ജെ കുഞ്ഞിലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു മലയാളി സ്ത്രീ കേരളീയ സ്ത്രീകൾക്കൊരു ഉപദേശം എന്നുള്ള പേരിൽ സുധർമ്മ മാസികയിൽ എഴുതാനും വായിക്കാനും അറിയുന്ന സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ആ മുറിയെക്കുറിച്ച് അവരൊരു കാര്യം പറഞ്ഞു. വെറുതെ ഇങ്ങനെ നമുക്ക് ഒരു മുറിയൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്താവുമ്പോൾ കിടക്കാനും പെറ്റ് കിടക്കാനും ഒക്കെ പാടെ കൂടിയിട്ട് ഇടുക്കി കൂട്ടിയിട്ടുള്ളൊരു ഇടുക്കിൽ നമ്മളെ കൊണ്ടുവന്നിടുമായിരുന്നു ആ തലമുറയിലൊക്കെ. ഇപ്പോഴൊക്കെ കുറച്ച് വ്യത്യാസം വന്നു കേട്ടോ. കാരണം ഒരു ഓവറായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മണോ ഒരു സുഖമില്ലാത്തൊരു മുറിയിൽ ആകപ്പാടുകൂടി അടച്ചു പൂട്ടി, വെളിച്ചം ഉണ്ടാവില്ല, കാറ്റും ഉണ്ടാവില്ല. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതി, ആ മുറിയിൽ കാറ്റും വെളിച്ചവും കിടക്കണം, അത് അലങ്കരിക്കപ്പെടണം. ഇനി പെണ്ണുങ്ങളുടെ അടുത്ത് കുറേ കാശൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ, നിങ്ങൾ കൈവേല ചെയ്തുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ സംഗതികൾ വെച്ചിട്ട് ആ മുറിയെ ഒന്ന് അലങ്കരിക്കണം. അതായത് ബ്യൂട്ടിഫിക്കേഷൻ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ കുറേ പൈസ ചിലവാക്കിയിട്ടല്ല. പക്ഷേ ഇതെന്തിനാണ് നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പ്രതാപം കാണിക്കാനായിരിക്കും, പണ്ട് അത് ആഹ്ലാദിക്കാനായിരുന്നു. സന്തോഷം വേണം, പെണ്ണിന് ആനന്ദം വേണം, സന്തോഷം വേണം, പെണ്ണിന് സുരക്ഷിതത്വം വേണം, സമാധാനം വേണം, വേണ്ടേ? ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് വരുന്നത്? അയ്യോ, ഞാൻ ഭയങ്കര ടെൻസായിട്ടുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്, എനിക്ക് എഴുതി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വായിക്കാനിരിക്കുമ്പോൾ തന്നെ എന്നെ 100 വിളികൾ വരുന്നു എന്നാണ് വെർജീനിയ വുൾഫ് എഴുതിയത്, അല്ലേ? ആകപ്പാടൊരു മുറിയേ ഉള്ളൂ, ആ മുറി സ്വീകരണ മുറിയാണ്. ആ സ്വീകരണ മുറിയിൽ ഇരുന്നിട്ടാണ് അതിൽ ഏത് അതിഥികൾക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരാം. ആ അതിഥി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവുകയാണ് നമ്മൾ. ഇപ്പം നേരത്തെ കൃഷ്ണകുമാർ സാറ് പറഞ്ഞതിൻ്റെ ഒരു ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെർജീനിയ വുൾഫ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ആ വെർജീനിയ വുൾഫ് പറയുന്നുണ്ട്, അപ്പം ഈ ചുമരുകളുണ്ടല്ലോ, ഞങ്ങളെ അടച്ചിട്ടുള്ള ഈ ചുമരുകൾ, ആ ചുമരുകൾക്കുള്ളിൽ നൂറ്റാണ്ടുകളുടെ സ്ത്രീ ശക്തിയാണ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും മാത്രം സപ്രസ്ഡ് ആയിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പവറും ആ ചുമരുകളുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ ചുമരങ്ങോട്ട് പിളരുന്നതോടുകൂടി എന്ത് സംഭവിക്കും? നൂറ്റാണ്ടുകളുടെ പ്രവാഹമാണ്, നൂറ്റാണ്ടുകളുടെ ശക്തിയുടെ പ്രവാഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവോൾവ് ചെയ്ത് വരുന്ന ഒന്നാണ്, നിങ്ങളും ഇവോൾവ് ചെയ്ത് വരുന്ന ഒന്നാണ്, ഞാൻ ഉണ്ടായിരുന്ന ഒന്നല്ല. ഈ ചരിത്രത്തിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജസും എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്മയിലൂടെ, ഞാൻ എൻ്റെ പെൺമയിലൂടെ ഞാൻ വൻമരമായി മാറുക. അത് ഏതൊരാളും. ഇപ്പം സഹലയ്ക്ക് ഒരു ദിവസം പൊട്ടി മുളയ്ക്കാൻ പറ്റില്ല. സഹലയ്ക്ക് മുമ്പ് ആരെങ്കിലും സൈക്കിൾ ഓടിക്കണം എന്നില്ല. അതിന് സഹലയ്ക്ക് മുമ്പ് ഇവിടെ ഒരു ചരിത്രം ഉണ്ടാവണം. ആ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും, നമ്മളെ വീട്ടിൽ തന്നെ വേണമെന്നില്ല ആ ചരിത്രം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ഊർജത്തിൻ്റെ സ്രോതസ്സിനെ വലിച്ചെടുക്കും. അത് ഞാൻ എന്ന് പറയുന്ന ഒരു ഞാനല്ല, എൻ്റെ പേരിലുള്ള ഞാനല്ല, ഏതെങ്കിലും ഒരു സ്ത്രീ. അത് നിങ്ങളാവാം, നിങ്ങളിൽ ആരുമാകാം, നിങ്ങളിൽ എല്ലാവരുമാകാം. അത് വലിച്ചെടുക്കാൻ എന്ത് വേണം? നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞ, ഫെർട്ടൈലായിരിക്കണം. ആർദ്രത എന്ന് പറഞ്ഞ ഒന്നാണ് നമ്മളെ ഫെർട്ടൈലാക്കി മാറ്റുന്നത്. ആ ഫെർട്ടിലിറ്റിയിലേക്കാണ് ഇത്തരം ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വിത്തുകൾ വന്ന് വീഴുന്നത്. ആ വിത്തുകൾ വന്ന് വീഴുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റുന്നു? അതിനെ വൻമരങ്ങളാക്കി മാറ്റുന്നു. അതാണ് ഞാൻ പെൺമ. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ കുട്ടി കൈകൊണ്ട് കാണിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു സംശയമുണ്ട്. പ്രശ്നമില്ലല്ലോ? കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം കേട്ടോ. ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടേ ചിലപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോവും. അത് പിന്നെ ചോദിക്കേണ്ടത് ഇഷ്ടമില്ല വെച്ചാൽ സാരില്ല എന്ന് വെച്ചോളൂ, ഇത്രേ പറയാനുള്ളൂ, ക്ഷമയൊന്നും ചോദിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഇങ്ങനെ ഫെർട്ടൈലായിട്ട് ഞാൻ ഇതിനെ വലിച്ചെടുക്കുകയും ഇതിനെ ഒരു വന്മയാക്കിയിട്ട് വലുതാക്കി മാറ്റുകയും ചെയ്യുന്നു. ആ വലുതെന്തായി മാറുന്നു? അത് പലതായി മാറുന്നു, അത് പലമയായിട്ട് മാറുന്നു. ഞാൻ മാത്രമല്ല, അത് പല 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 സ്രോതസ്സുകളിൽ. ഇപ്പോൾ ഒരു എഴുത്തിൽ നിന്ന് വരുന്നത് ഒരു എഴുത്ത് മാത്രമല്ല, നിങ്ങൾ ബോൾഡാവൂ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന വാക്കാണ് എല്ലാം. വാണി എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് വരുന്ന വാണിക്കും ഭൂമിയിലാണ് അർത്ഥം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ വാക്കാണ് അർത്ഥം. അപ്പോൾ വാക്കിൽ നിന്നാണ്, വാക്കാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം.
ഇപ്പോൾ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് സാറിനോട് എനിക്കൊരു മറുപടി പറയാനുണ്ട്. ഇപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഏത് സീറ്റിലും കയറിയിരിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കയറിയിരുന്ന ആളാണ്. അപ്പോൾ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചായും. പിന്നെ ക്ഷീണമാണ്, ഈ അടുത്തിരിക്കുന്ന പുരുഷന് ഭയങ്കര ക്ഷീണം നമ്മളുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ടൊരു കാര്യം ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ഒരു ബാഗ് ഉണ്ടാവുമല്ലോ നമ്മളുടെ കയ്യിൽ, ഇതെടുത്ത് നടുക്ക് വയ്ക്കും. ഇയാളിങ്ങോട്ട് മേലേക്ക് വീണ്ടാച്ച ചെയ്യണ ഒരു പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണേ പിന്നിലത്തെ സീറ്റിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അവിടെ പിടിക്കണു.